ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കാർത്തികേയൻ്റെ മാമിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഭയങ്കര രസമായിരുന്നു ഇന്നത്തെ സംഭവം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ പല സംഭവങ്ങളും നടക്കൂലേ. അങ്ങനെയാണ് ഇവർ വന്നത് ലൈഫിലേക്ക്. ഇടയ്ക്ക് നമ്മളടുത്തേക്ക് നമ്മളെ കുറച്ചും കൂടി ലൈവ്ലിയായിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ നമ്മളെ കുറേയും കൂടി ഹാപ്പി ആക്കാൻ കുറച്ച് ആൾക്കാർ വരും കേട്ടോ. ഭഗവാൻ അങ്ങനെ കുറേ ആൾക്കാരെ തന്നെ അയക്കും. അപ്പോൾ ഇത് സഞ്ജുക്കുട്ടൻ, അവൻ്റെ ക്ലാസ് ടീച്ചറാണ് ഞാൻ. അപ്പം ഇത് കാർത്തികേയൻ മാമും ഇംഗ്ലീഷ് ടീച്ചറാണ്. അവർ തമിഴ്നാട് രാമേശ്വരത്തു നിന്ന് വരുന്നതാണ്, ധനുഷ്കോടി. അപ്പം അവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു, സുനാമി വന്നതിൻ്റെ കഥകൾ, അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇന്ന് അവരുടെ വീട്ടിൽ ഞാൻ ഉച്ചയ്ക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ തമിഴ്നാട് സ്റ്റൈൽ സാമ്പാർ വിത്ത് റൈസ്, പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു കറി, പിന്നെ കുറേ സാധനങ്ങൾ കേട്ടോ, അച്ചാർ, പപ്പടം, കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ അപ്പോഴാണ് മാമിൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരു 1 BHK കിടക്കുന്നുണ്ട്, പോയി നോക്ക്, എന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാമല്ലോ എന്ന് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് അവിടെ വന്ന് നോക്കി. വീട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള കിച്ചൺ, നല്ല ക്യൂട്ട് കിച്ചൺ, നല്ല രസമല്ലേ കാണാൻ. പിന്നെ ബെഡ്റൂമും അതേപോലെ തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ സ്കൂൾ ഇവിടുന്ന് വിളിച്ചാൽ കിട്ടുന്ന അത്രയും ദൂരമേ ഉള്ളൂ, നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ ഇതാണ് ഹോളും നല്ല വിസ്താരമുള്ള ഹോളാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ബെഡ്റൂമും വാർഡ്രോബ്, അതിലത്തെ മിററൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ബെഡ്റൂം വരുന്നത്. അപ്പം നമ്മളിവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സഞ്ജയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ പറഞ്ഞു നമ്മൾ വന്നിട്ട് നമുക്ക് കുറേ ഗെയിംസ് കളിക്കാമെന്ന്. ഇതിൽ ഹൗസ് നമ്മുടെ ഇൻസൈഡ് ഇങ്ങനെ ആണെങ്കിൽ പോലും എനിക്കിഷ്ടപ്പെട്ടത് ഇതിൻ്റെ ടെറസാണ് കേട്ടോ. നല്ല വലിയ ടെറസായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ബ്രെഡും കറിയാണ് കേട്ടോ. ഇത് ഞാൻ മാമിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടാണ്. പാസ്റ്റ് ഈസ് എ വേസ്റ്റ് പേപ്പർ. നമ്മൾ ഫ്യൂച്ചർ നന്നായിട്ട് യൂസ് ചെയ്യില്ലെങ്കിൽ നമ്മുടെ ലൈഫ് മൊത്തം ഒരു ടിഷ്യൂ പേപ്പർ ആവും എന്നുള്ളൊരു സംഭവം. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഗ്യാങ് എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് ആരെങ്കിലുമൊക്കെ വരും നമ്മളെ സന്തോഷിപ്പിക്കാൻ, നമ്മുടെ കൂടെ കമ്പനി കൂടാൻ ഒക്കെ ആരെങ്കിലുമൊക്കെ വരും. പ്രിൻസി മാമിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് ആയപ്പോഴാണ് കമ്പനി ആയത് എല്ലാവരും. പക്ഷെ അപ്പോഴേക്കും പ്രിൻസി മാം പോയി. മാം ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമിക്കും. ഞാൻ കാർത്തികേയൻ മാമിൻ്റെ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ കേട്ടോ. കാരണം അവർ ഭയങ്കര കമ്പനി ആയിരുന്നു. ഞാൻ ഇപ്പോഴാണ് അവരുടെ ഗ്യാങ്ങിലേക്ക് വന്നത്. സോ ഇറ്റ് വാസ് ഹാപ്പിയസ്റ്റ്